ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് എന്തായാലും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചോട്ടെ ഞാൻ. അപ്പോൾ ഞാൻ രാവിലെ കോളേജിൽ പോകാൻ വേണ്ടി റെഡി ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ രാവിലെ ആയിട്ട് ഞാൻ അറിഞ്ഞ് ഇന്നലെ തന്നെ ഒരു കുട്ടി വയ്യാതെ കിടക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെന്റിലേറ്ററിലാണ് എന്നൊക്കെ. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ മരണപ്പെട്ടു കേട്ടോ. അപ്പോൾ കോളേജ് ലീവാണ്. അപ്പോൾ അമ്മച്ചനാണെങ്കിൽ നാളെ സർജറിയുടെ ഡേ ആണ്. അപ്പോൾ ഇന്ന് തന്നെ പോയി അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇവർക്കും പോകണം, പെട്ടെന്ന് പോകണം. ഏട്ടനൊന്നും നീച്ചിട്ടില്ല കേട്ടോ, ഉണ്ണി നീച്ചിട്ടില്ല, അമ്മച്ചനൊക്കെ നീച്ച് കുളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഓക്കെ. അപ്പം ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചിരിക്കും കേട്ടോ ഞാൻ. എന്തായാലും അപ്പം ആരൊക്കെ പോകണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ കോളേജിൽ പൂച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പം എന്തായാലും മമ്മിയൊക്കെ നീച്ചു തോന്നുന്നു, പോയി നോക്കാം. ഫോണ് കുത്തിയിടാൻ പറഞ്ഞു, കുത്തിയിട്ടെ. കുട്ടിയാണെങ്കിൽ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ. പക്ഷേ സീറമൊക്കെ തേച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എന്തായാലും കുറച്ച് നേരം ഉണങ്ങൂല വെച്ചിട്ട് ഇതാണ് തേച്ചിട്ട് ന്യൂസ് സീറം ലോറിയൽ പാരിസ്റ്റ്. നല്ലയാ, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ ഞാനില്ല ഇത്ര ചെറുതാണെന്ന് വിചാരിച്ചില്ല. ഇതിന് തന്നെ എത്ര 200 സംതിങ് ഉണ്ട് ഇത്ര ചെറിയൊരു സാധനത്തിന്. ഇതിലെഴുതിയിരിക്കുന്നത് 299 ആണ്, ഇത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് കിട്ടിയത് 299 അല്ല, കുറച്ചും കൂടി കുറവാ തോന്നുന്നു. ഓൺലൈനിൽ അങ്ങനെ കിട്ടിയതാ തോന്നുന്നു. എന്തായാലും വീഡിയോ അയച്ചിടാം ഉണങ്ങട്ടപ്പോഴേക്കും. ഓക്കെ, ഹലോ ഗൈസ്. അപ്പോൾ എനിക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അതിൽ വീഡിയോ ആക്കാൻ വെച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇഡലി ആയിരുന്നു. കഴിച്ചോ? കോളേജ് പോകാൻ വേണ്ടിയൊക്കെ റെഡി ആയിട്ടോ. അപ്പോഴാണ് വാക്കുട്ടി കോളേജിൽ പോകാൻ വേണ്ടി റെഡി ആയപ്പോഴാണ് അങ്ങനെ ആ വിവരം അറിഞ്ഞത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കോളേജില്ല, എന്താല്ലേ ഒന്നും കേൾക്കാനുള്ള ശക്തി ഇല്ല കേട്ടോ ഞങ്ങൾക്ക്. അതുകൊണ്ട് ആരുടെ സങ്കടം ഒന്നും കേൾക്കാൻ വയ്യ. എന്താ ചെയ്യാ? പോണേ, അഡ്മിറ്റ് ആക്കാനൊക്കെ അവർക്കൊന്നും അറിയില്ല. പോണം, മമ്മിക്ക് പോകാനും വയ്യ, പക്ഷെ പോണ്ടേ. ഏട്ടന് എല്ലാവരും പോവും. ഏട്ടന് അവിടെ വേറെ ആരും വന്നിട്ടില്ലല്ലോ. അപ്പോൾ നമ്മള് ശരി. ഞാനാണെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. പിന്നെ മമ്മി ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് മമ്മി നേരെ എഡിറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയാണ്ട് എന്നോടൊന്ന് കാണാൻ പറഞ്ഞതാണ്. എനിക്കാണെങ്കിൽ ഉറക്കം വന്നുകൊണ്ടിരിക്കുക. നേരത്തെ നീച്ചിട്ട് തോന്നുന്നു. എന്നാണെങ്കിൽ ഞാൻ രാവിലെ തല നനച്ചു, അപ്പം ഞാൻ നേരത്തെ നീച്ചു. അതുകൊണ്ട് എനിക്ക് ഉറക്കം വരിക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോയി ഉറങ്ങാം, അതാണ് എൻ്റെ പ്ലാൻ. എന്തായാലും ക്ലാസ്സില്ലല്ലോ. ഇപ്പം തന്നെ വേണമെങ്കിൽ എനിക്ക് ഉറങ്ങാം. പക്ഷേ എനിക്ക് ഈ വീഡിയോ ഒന്ന് കണ്ട് തീർത്തിട്ട് പോയി കിടന്നുറങ്ങാം. നോക്കട്ടെ ഞാൻ. ഇനിയിപ്പോൾ ഇവർ പോകാൻ നേരത്തെ ഞാൻ കിടന്നുറങ്ങിയ. പിന്നെ ഇന്നലെ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഇവരിങ്ങനെ ഓർഡർ ചെയ്യണതോ എന്തോ മേടിക്കാൻ പറയുന്നതോ എന്തൊക്കെയോ കേൾക്കണ്ടേ. എന്താണെന്ന് വെച്ചാൽ അവിൽ മിൽക്ക് മേടിക്കണം, കുട്ടിക്ക് ഇത് വേണം, അങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉറക്കാനുള്ള എനിക്ക് പറയണമെന്നുണ്ട്, എനിക്കിത് മേടിക്കുമെന്ന് പറയണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഉറങ്ങുകയാണ് എന്നാൽ കുറച്ച് ബോധമുണ്ട്, അങ്ങനത്തെ ഒരു സാധനം. അതെന്താണെന്ന് പറയാൻ എനിക്കറിയില്ല. അതൊന്നല്ല ഇവിടുത്തെ വിഷയം. ഞാൻ എന്നിട്ട് ഉറക്കത്തിൽ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ഉറങ്ങി. എന്നിട്ട് സംഭവം മേടിച്ചിട്ട് ഉണ്ണി വന്ന് എൻ്റെ അടുത്തേക്ക് വന്നു. അല്ല, ഒരു മിനിറ്റ്, അതല്ല സംഭവം. നിങ്ങൾക്ക് സംഭവം അവിൽ മിൽക്ക് മേടിച്ചിട്ട് അവൾ എന്നെ എങ്ങനെ നീപ്പിക്കണമെന്ന് അറിയാം. എൻ്റെ കാലിലെ തണുപ്പ് കൊണ്ട് വെച്ചിരിക്കുക. ഞാൻ നല്ലൊരു നെട്ടി. എന്നിട്ടുണ്ടി അയ്യോ സോറി, ഞാൻ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുക. എന്നിട്ട് എൻ്റെ ഉറക്കം പോയി. ഞാൻ അലാറം കറക്റ്റ് സമയത്ത് വെച്ചിട്ടാണ്. ശംഭുവാണ്, കുളിയൊക്കെ കഴിഞ്ഞിട്ട് നടക്കുകയാണ്. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പോകണമല്ലോ. അപ്പം ഞാൻ അലാറൊക്കെ വെച്ചിട്ട് കറക്റ്റ് ഒരു ടൈമിലാണ് ഞാൻ നീക്കാറ്. എൻ്റെ ഉറക്കം റെഡി ആയില്ല. ഒരു നെട്ടിട്ട് ഞാൻ പിന്നെ മപ്പിനെ പോലെ ഇരിക്കുകയായിരുന്നു ഉറങ്ങി എണീച്ചിട്ട്. അപ്പോൾ അത് ഞാൻ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഗൈസ്. ഇന്നലെ ആ വീഡിയോയാണ് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾ അവിൽ മിൽക്ക് മേടിക്കുന്ന കഥ മാത്രമേ പറയുള്ളൂ, അതിൽ എന്നെ എണീപ്പിച്ച കഥ അവൾ പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്കത് പറയാൻ തോന്നി. എന്തായാലും ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ സുട്ടപ്പനെ വലിയ പൊടിയൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മമ്മി പുറത്ത് പോകുമ്പോൾ കഴുകിയിട്ട് എടുക്കണം എന്നാണ് മമ്മിയുടെ റൂള്. അപ്പോൾ ഉണ്ണി ബ്രേക്ക് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് ആ റൂളൊക്കെ. അപ്പോൾ എന്തായാലും മമ്മി ഇത് അവിടെ ജസ്റ്റ് കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മമ്മീനെ കാണിക്കേണ്ടതാണ് പറയുന്നത്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, സുട്ടപ്പനെ കഴുകി വൃത്തിയാക്കിക്കോട്ടോ. എനിക്ക് തോന്നുന്നത് നൈസായിട്ട് എൻ്റെ തലക്കിടാനുള്ള പ്ലാനാണ്. കഴുകുവോ മൊത്തം? ഇങ്ങനെ കഴുകിയ പോലെ തുടയ്ക്കണ, നനവ് വയ്ക്കാൻ പറ്റില്ല. കള്ളത്തിയോളില്ല, എൻ്റെ തലക്കിടാനുള്ള പ്ലാൻ ഇല്ല ഇതിൻ്റെ, എനിക്കറിയാ.
ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ശംഭു കാണിക്കുന്നതിൻ്റെ മുന്നേ ടാറ്റ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാവം. എന്തായാലും ഓക്കെ, ഉഷാറല്ലേ? ശംഭുവിന്റെ കവൾ നമ്മളിങ്ങനെ പിടിക്കണം. ഉണ്ണിയേട്ടനും ഭയങ്കര ഉറക്കം. ഇത്രയും നേരമായിട്ട് അവൾ നീച്ചിട്ടില്ല. സമയം ഇത്രയും 9:35 ആയി. ഞാൻ എന്തായാലും അവനൊന്ന് പോയി നീപ്പിക്കട്ടെ കേട്ടോ, കാരണം ഒരുപാട് ടൈമായി. ആ ഉറക്കാണ്. ഉണ്ണി 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 നീക്കി, സമയായി. അതെ ഡി 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 ഹായ് തരികയാണോ? നീക്കി, സമയായി. ഓക്കെ ഗൈസ്, ഉണ്ണിയെ നീപ്പിച്ചിട്ടുണ്ട്. സമയം നോക്കൂ, 9:45. എത്ര മണിക്കാ ഉണ്ണി പോണം പറഞ്ഞേ? 9 മണിക്ക് അവിടെ എത്ര എന്നൊക്കെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, എന്തായാലും ഇനി വേഗം പോയി കഴിച്ച് വേഗം പോവാൻ നോക്കിക്കോ, ടൈമായി. ഇനി അവർക്ക് കറക്റ്റ് ടൈം എപ്പോഴാണ് അവിടെ എത്തേണ്ടതെന്ന് അറിയില്ല അത്ര. അമ്മമ്മ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ സ്നേഹിക്കും. മതി ഉണ്ണി, നീച്ചോ, കാര്യങ്ങൾ നോക്കി ഇരിക്കാൻ ടൈമില്ല, അതൊക്കെ കടന്നു തീർത്തു. മമ്മി വേഗം പോയി നീപ്പിക്കാതൊക്കെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടതാട്ടോ. ഞാൻ പക്ഷെ മൃദുലമായിട്ട് ഉണ്ണീനെ നീപ്പിച്ചു. ഞാൻ രാവിലെ തന്നെ അവിടെ മുകളിൽ തുണി കണ്ടപ്പോൾ ഇടാൻ നിന്നാണ്. പിന്നെ ട്രൈപോഡൊക്കെ വെച്ച് പോയി എടുത്ത് ഇടണം. അതുപോലെ മമ്മി അവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അപ്പൊ എനിക്ക് ഫോൺ കിട്ടിയില്ല. നമ്മുടെ സുട്ടപ്പൻ സൂപ്പറായി. ഉണ്ണിക്ക് വണ്ടി കഴുകാത്തിന് ഡോസ് കിട്ടിയിരിക്കുകയാണ്. ഡി വണ്ടി കഴുകാണ്ട് എടുക്കൂ ഇനി, സോറി പറ. അതാ നല്ല അനുസരണയാണ് അവൾക്ക്, എന്താ ചെയ്യാ. ഗൈസ്, അപ്പൊ നമ്മള് ഇറങ്ങുവാണ്. പൊന്നോക്ക ഓൾ സെറ്റ്, ഓൾ ഗുഡ്. ഓക്കെ, അപ്പോൾ എന്താ മമ്മൂട് കരയണ്ട പറഞ്ഞിട്ട് പിടിച്ച് നിർത്തിയിരിക്കുകയാണ് കേട്ടോ പാവം. അപ്പോൾ എന്താ മമ്മിയും എല്ലാവരും റെഡി ഉണ്ട്. ഉണ്ണിച്ചക്ക പോവല്ലേ? പാവക്കുട്ടിക്കൊന്ന് ക്ലാസ് ഇല്ല തോന്നുന്നുണ്ട്, അവള് മുകളിൽ കിടക്കുവാണ്. അപ്പൊ പോവാം, ബൈ. അമ്മി ഇറങ്ങാം. അത് അവിടെ ഇരുന്നോട്ടെ, ഫ്രണ്ടിൽ തന്നെ ഇരുന്നോട്ടെ. ഒക്കെ പോയി കയറിക്കോ. ശരി, പോയിട്ട് വരാം കേട്ടാ. ശരി, വിഷമിക്കുകയും ചെയ്യണ്ട്, പ്രാർത്ഥിക്കുകയും ചെയ്യണ്ട്. എല്ലാം കഴിഞ്ഞ് വന്നതിന് നന്നായതിനും നന്ദി പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എല്ലാം കഴിഞ്ഞതിന് നന്ദി പറഞ്ഞിട്ട് നന്നായി കഴിഞ്ഞു. അതാണ്, വിഷമിക്കാൻ പാടില്ല. എന്നാ ശരി, കേറിക്കോ ചേച്ചി. ശരി കേട്ടാ. അവിടെ കേറിക്കോ, ഫ്രണ്ട് കേറിക്കോ, ഫ്രണ്ട് കേറിക്കോ. ഫീഡ് വർക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ എത്താറായിരുന്നു. തല കറങ്ങുമ്പോഴാണ് ഈ സ്പീഡും കുറയ്ക്കുന്നത്. അതൊക്കെ പോണം. ഏകദാ സത്യോ? ഏകദാ സത്യോ? അതാ കാണുന്നു അല്ലേ പി കെ ദാസ്. അതെ, എന്താണ് അങ്ങനെ തിരക്കണം വിളിച്ചക്ക. അപ്പൊ നമ്മള് പി കെ ദാസ് എത്തിണ്ട്. ചെക്കനൊരു പി കെ ദാസിന്റെ ബോർഡ് കിട്ടാൻ വേണ്ടിയിട്ടേ ഞാൻ ഇങ്ങോട്ട് ഞെരുക്കിയിട്ട് ശരിയാക്കണോ. അപ്പൊ നമ്മള് പി കെ ദാസിന്റെ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. ഇതന്നെ അല്ലേതാ? അതാ പി കെ ദാസ്. ഇതൊക്കെ പതുക്കെ ആ വണ്ടി അങ്ങോട്ടുള്ളതാണ്. ഞങ്ങൾ എവിടെ ഇറക്കി പറഞ്ഞത്? പാർക്കിംഗ് അപ്പുറത്തല്ലേ? നിർത്തി തരാം പതുക്കെ.
അത് നിർത്തിയേക്കി. ഇങ്ങോട്ട് വാ, കൗണ്ടർ ഇവിടേക്ക് വാ, ഒട്ടിക്ക് വാ. അന്ന് കാണിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടറിനൊക്കെ എടുത്തുകൊടുക്കാം. ഇപ്പോൾ ഡോക്ടറൊന്ന് കാണിച്ചിട്ടാണ് അടുത്ത ചെയ്യുള്ളൂ. 15 ഏറ്റിരിക്കുകയാണ്. എന്താ ഉണ്ണി കാണിക്കാൻ വേണ്ടി ഉണ്ണി ചുക്കൾ കാണിക്കാൻ വേണ്ടി അവള് അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഇപ്പോൾ സർജറിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കി. മമ്മിയാണ് കേട്ടോ അപ്പോൾ എല്ലാം നോക്കണം. ഞാൻ ഇപ്പോൾ റെസ്റ്റിലാണ് ഇരിക്കുന്നുണ്ടില്ലേ. മമ്മിയുടെ ഒന്ന് ചീത്ത കേൾക്ക് എൻ്റെ നിൽക്കട ഷോട്ട് എന്നൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അമ്മച്ചൻ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആവില്ലായിരുന്നു. പക്ഷേ ഇപ്പം എന്താ ഇപ്പോൾ ഉണ്ണി പോവാണ് കേട്ടോ. ഉണ്ണിക്ക് വീഡിയോസ് 2-3 എടുത്തു കൊടുക്കാനുണ്ട്. അപ്പോൾ അവൾ പൊക്കോട്ടെ. ഞങ്ങളിനിപ്പോൾ അമ്മച്ചിന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ അങ്ങോട്ട് ആക്കാച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ അഡ്മിഷൻ മാത്രമേ ഉള്ളൂ. നാളെയാണ് സർജറി. പിന്നെ പ്രത്യേകിച്ച് ടെസ്റ്റും കാര്യങ്ങളൊന്നും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് ആക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ് കേട്ടോ. ഇപ്പോൾ ഡിസ്ചാർജ് അല്ല, എന്താ കാണിക്കണേ? അപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഫുഡ് കഴിച്ച് തരാൻ പറഞ്ഞു. ഫുഡ് കഴിച്ച് വന്നിട്ടാണ് ഇനി അഡ്മിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഞാൻ ബിരിയാണിയാണ് കഴിക്കുന്നത്. ഞാൻ ഇപ്പോൾ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയിട്ട് നല്ല മീൻകറിയും ചോറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്ന് ബിരിയാണി കഴിക്കാൻ തോന്നുന്നു. ബിരിയാണി കഴിച്ചു കഴിക്കാം. കിച്ചൺ ബിരിയാണി. ഇവർ രണ്ടുപേരും ഊണ് വിത്ത് മീൻ ഫ്രൈ, ഫിഷ് ഫ്രൈ. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പാവം മമ്മിക്ക് തീരെ വയ്യ കേട്ടോ. കാരണം കാലൊക്കെ നല്ല രീതിയിൽ കടയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ ശംഭുവിന് വേണ്ടിയിട്ട് പാവം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. ഇനിയിപ്പോൾ മമ്മിക്ക് ഞാനിതിപ്പോൾ പോവാണ്. അപ്പോൾ പോണ വഴിക്ക് ഇനിയിപ്പോൾ എന്തായാലും നമ്മളിവിടെ 2 ദിവസം ഉണ്ടല്ലോ. അപ്പോൾ മമ്മിക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല ചെവി വേദന ഉണ്ടല്ലോ. അപ്പോൾ മമ്മി പറഞ്ഞു ഞാൻ ഇപ്പോൾ പോവും. അപ്പോൾ പോണ വഴി എന്തായാലും ഒന്ന് ENT-നെ ബുക്ക് ചെയ്തിട്ട് പോകുമെന്ന് പറഞ്ഞു. കാരണം ഇവിടെ 2-3 ദിവസം നമ്മളുണ്ടല്ലോ. ഇത്തിരി വയ്യേ, കാല് കടയുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം എത്ര വേദനയാണെങ്കിൽ ഇന്ന് രാത്രി നാളെ രാത്രിയൊക്കെ നമുക്ക് നല്ല വയ്യ ഉണ്ടാവും. ഇനി എന്തിന് ശംഭുവിൻ്റെ മൂക്ക് കുടിക്കണേ? ENT-നെ ബുക്ക് ചെയ്യണോ പോകുമ്പോൾ? പിന്നെ വേറെ ആരെങ്കിലും ബുക്ക് ചെയ്യണോ? മാത്രം മതിയോ? കാലിന് വയ്യാതൊക്കെ ആരെന്നെ ബുക്ക് ചെയ്യണ്ടേ? ഓക്കെ, അപ്പം ഞാൻ പോയിട്ട് വരാം. ബൈ. അപ്പം ഞാൻ പോണ വഴി എന്തായാലും ഒന്ന് ENT-നെ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ നല്ലൊരു ഉറക്കുറങ്ങിട്ടോ. ഉണ്ണി മമ്മിയും എല്ലാവരും ഹോസ്പിറ്റലിൽ പോയിരിക്കായിരുന്നു. അമ്മച്ചനും കൊണ്ട് ഏട്ടനും പോയിട്ടുണ്ടായിരുന്നു. മമ്മിയാണ്. അപ്പോൾ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണി മാത്രം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവൾക്ക് എന്തോ വീഡിയോ എന്തോ എടുക്കാണ്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഉറങ്ങി നീച്ചിരിക്കും കേട്ടോ. സൗണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. എങ്ങടാ അമ്മ നടക്കിറങ്ങി തോന്നുന്നു. എനിക്കാണെങ്കിൽ ഞാൻ പോയ ഉടനെ കിടന്നുറങ്ങി. ഒരു ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ രാവിലെ തന്നെ ഒരു പണി കിട്ടി. മോട്ടർ എന്തോ ആയിട്ട് വാഷിംഗ് മെഷീനിൽ തുണിയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ മോട്ടർ ഇത്തിരി നേരം ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം കയറുന്നുണ്ട്. പിന്നെ ഇതാ ഉണ്ണി പിന്നെയും ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഫുഡ് കൊണ്ടുപോകാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ണി വന്നിട്ട് ഉണ്ണിയെ കാണിച്ചു തരാം. ആണെങ്കിൽ ഇന്ന് ഫുള്ള് ഉറക്കമായിരുന്നു. കാരണം ഒന്നാമത് നേരത്തെ നീച്ചുകൊണ്ട് നല്ല ഉറക്കമുണ്ടായിരുന്നു. പിന്നെയും നീച്ചു. പിന്നെ ഇവിടെ ആരും ഇല്ലല്ലോ, സുഖം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പിന്നെയും കിടന്നുറങ്ങി. ആട്ടുണ്ട്. അപ്പം അമ്മമ്മ പറയുന്നു അവിടെ ഹോസിൽ വെള്ളം തുറന്നു വെച്ചിട്ടുണ്ട്. ഇപ്പം അതാണോ വെള്ളം പോയത്? അപ്പം എന്തായാലും അറിയില്ല. അപ്പം ഇനി എന്തായാലും ഫുഡ് ഇനി വേഗം എപ്പോഴാണ് പോകുന്നുണ്ടാവുക എന്ന് എനിക്കറിയില്ല. ഇപ്പം ഉണ്ണി ജിമ്മിനൊന്നും പോകുന്നുണ്ടാവില്ല. അപ്പം തന്നെ 6-10 ആയി. വെള്ളം നന്നായി കുടിക്കണം ഗൈസ്. നല്ല ചൂടാണ്. എനിക്ക് ഭയങ്കര ചൂടും നല്ല ഉണ്ട്. സുഖം ഉണ്ടായിരുന്നില്ല. വീട്ടിലും ആരുമില്ലല്ലോ. അപ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. എന്നോട് ചോദിക്കാം അവിടെ പോയിട്ട് എന്തായിരുന്നു.
ഞാനിപ്പോൾ നീച്ചുള്ളൂ. നീച്ചോടനെ വീഡിയോ എടുക്കാൻ ഉണ്ണി ഫോണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നീച്ചോടനെ ഉണ്ണി ഫോണ് എന്തോ ഷോർട്സ് എന്തോ വീഡിയോ എടുക്കായിരുന്നു. അപ്പം ഫോൺ പ്രകടിപ്പിക്കും. എന്തായി പോയിട്ടെന്തായി? പോയിട്ട് അമ്മച്ചനെ അഡ്മിറ്റ് ചെയ്തു. എന്താ പറഞ്ഞു. പോയിട്ട് അമ്മച്ചനെ അഡ്മിറ്റ് ചെയ്തു. ഇപ്പോൾ ഒരു ടെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഇനി വൈകിട്ടാണ് അനസ്തീഷ്യ ഡോക്ടേഴ്സ് വന്നിട്ട് ഒന്നും കൂടി ഒരു റിവ്യൂ കൊടുക്കണം. അത് കഴിഞ്ഞ് നാളെ സർജറി. ഇന്നിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. നാളെ നേരത്തെ ചെയ്യൂ? നാളെ രാവിലെ ചെയ്യുന്നുണ്ടാവും. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ എന്തായാലും അഡ്മിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ വൈകിട്ടൊരു ചെക്കപ്പും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇനി നാളെയാണ്. അത് കഴിഞ്ഞാൽ മറ്റന്നാൾ ഒരു ദിവസം റെസ്റ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസോ വയ്യായി വേദനയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. ഉച്ചയ്ക്ക് എങ്ങനെ ഫുഡ് കഴിച്ചു? എവിടെ നിന്ന് കഴിച്ചു? ക്യാൻറ്റീന്ന് കഴിച്ചു കൊടുക്കുന്നു. ഇവിടുത്തെ ഫുഡ് അടിപൊളിയായിട്ടുണ്ട്. അതെല്ലേ? ഞാൻ വിചാരിച്ചു അപ്പോൾ, കാരണം ആ ടൈം നല്ല വിശപ്പുണ്ടായിരുന്നു എനിക്കിട്ട്. ഞാൻ നേരത്തെ കഴിച്ചോണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇവരിനെ വിചാരിച്ചു ഇവരെവിടുന്ന കഴിക്കുക. അങ്ങനെ വിളിക്കുമ്പോഴൊക്കെ ഇവർ ബിസിയാണ്. അപ്പോൾ ഞാൻ പിന്നെ വിളിച്ച് ശല്യപ്പെടുത്താനൊന്നുമില്ല. മമ്മി ഫ്രീ ആകുമ്പോൾ ഇങ്ങോട്ട് വിളിക്കുക ചെയ്യാറ്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം ഞങ്ങള് ഇവിടുന്ന് മമ്മിയും അമ്മച്ചനും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോ. മമ്മിയും അമ്മച്ചനൊക്കെ എന്താ ഊണ് കഴിച്ചു. ഞാന് ബിരിയാണി കഴിച്ചു. മമ്മി ഇപ്പൊ ഇവിടുത്തെ ഫുഡിലാക്കിട്ട് പോവാ. വൈകിട്ട് ഇനിയിപ്പോ ഞാൻ പോവും കേട്ടോ. ഞാനിപ്പോ എനിക്ക് വീഡിയോ എടുക്കാണ്ടായിരുന്നു. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി ഞാൻ പോവും. എന്നിട്ട് ഫുഡൊക്കെ കൊണ്ട് അമ്മച്ചനെ കുറച്ചൊക്കെ. അപ്പൊ അമ്മച്ചൻ്റെ കൂടെ ആരും നിക്കാൻ പാടില്ല. ഇപ്പൊ എന്തെല്ലാം ഉണ്ടല്ലോ? അല്ല, 2 ബൈസ്റ്റാൻഡേഴ്സ് നിക്കാൻ പറ്റും. ഏട്ടനും മമ്മി നിക്കണ്ടോ? അല്ല, അപ്പൊ ഞാൻ മമ്മീനെ മമ്മി രാത്രി വരത്തില്ല. കിച്ചു മാത്രമേ രാത്രി അവിടെ ഇരിക്കത്തുള്ളൂ. കിച്ചു അമ്മച്ചനും കൂടെ. പിന്നെ ഞാൻ മമ്മീനെ അവർക്ക് ഫുഡും കൊണ്ടു കൊടുത്തിട്ട് മമ്മീനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ. ഓക്കെ, അപ്പൊ എന്തായാലും ഫുഡ് ആക്കാം. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. അപ്പൊ ഞാൻ ഒരു 7 മണി 7:30 പോകണ്ടാവുള്ളൂ. അതെ, സമയമുണ്ട്. പാറേകാലായിട്ടുള്ളൂ. ഞാനും മമ്മിയും അവിടെ ബാക്കിൽ ഓസിൽ വെള്ളം തുറന്നിട്ടിട്ടാ വെള്ളം പോയി തോന്നുന്നു. നമ്മൾ വെറുതെ മോട്ടറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മമ്മ ബൈ ഗൈസ്. അപ്പം നമ്മുടെ അവർക്ക് ഫുഡാക്കാൻ നിൽക്കുകയാണ്. നല്ല മീൻ അയില വറുത്തത് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. മണം പറ്റോ? അയില വറുത്തത്. അപ്പൊ ഹോട്ട് ബോക്സിലാക്കാം. ആക്കിക്കോ, കാറിലല്ലേ. നമ്മൾ വലിയ പാത്രം വേണോ, അമ്മമ്മ ഇത്ര വലിയ പാത്രമൊക്കെ വേണോ ചോദിക്കാണ്. കാറിലാണ് കൊണ്ടുപോകുന്നത്. ഉണ്ണിയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ ചോറ് നമുക്ക് ആക്കണം. നമ്മുടെ മീൻകറി ഉണ്ട്. ഞാൻ കാണിച്ചുതരാം. മീൻകറി ഉണ്ട്, ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. മീൻകറിയും ചോറും മീൻ വറുത്തതും ആണ് ഉള്ളത്. പിന്നെ ചക്കയുടെ എന്തേലും പറയാം, ചക്ക ഇങ്ങനെ ആക്കില്ലേ, എന്താ പറയാൻ എനിക്കറിയില്ല. അതുണ്ട്, പക്ഷെ അത് കുറച്ചേ ഉള്ളൂ. എന്താ ചോദിക്കട്ടെ അമ്മമ്മോട് എന്തായാലും പറയാന്ന് എനിക്ക് ഓർമ്മയില്ല. അതുണ്ട്, പക്ഷെ അത് കുറച്ചേ ഉള്ളൂ. അപ്പം അത് ആക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, കാരണം അമ്മമ്മ അത് കൂട്ടിയിട്ടാണ് കഴിക്കുക. മീൻകറി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ അമ്മമ്മക്ക് എരിവ് പറ്റില്ലെങ്കിലോ. അപ്പോൾ ഇത് 3 ആയിരിക്കും ആക്കുണ്ടാവുക. ചക്ക എലിശ്ശേരി എന്ന് അത്ര കേട്ടോ പറയുക. ഞാൻ പുറത്ത് കാണിച്ചു തരാം. പുറത്ത് ഭയങ്കര യെല്ലോ കളർ കാണിച്ചു തരാം. നല്ല കാറ്റുണ്ട്, കണ്ടോ? എനിക്ക് ഇങ്ങനത്തെ ക്ലൈമറ്റായി പേടിയാവും ഗൈസ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? യെല്ലോയിഷ് കണ്ടോ? കാറ്റ് പേടിയാവും. മീൻസ് ഒരു വിഷമം പോലെയൊക്കെ ഒരു സുഖം ഉണ്ടാവില്ല. ഒന്നാമത് ഞാൻ ഉറങ്ങിയും കൂടി നീച്ച കാരണം എനിക്കൊരു സുഖമില്ല. ഇങ്ങനത്തെ ക്ലൈമറ്റ്, മമ്മിക്കും ഇങ്ങനത്തെ ക്ലൈമറ്റ് പേടിയാണെന്ന് തോന്നുന്നു. കാരണം മമ്മിയും ഇതേപോലെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ. അത് മമ്മിക്ക് എനിക്ക് പേടിയാണെന്ന് അറിയാമെന്നാണോ പറഞ്ഞത്, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും എനിക്ക് ഈ ക്ലൈമറ്റാണ് കേട്ടോ ഇഷ്ടം. എന്ന് വെച്ചാൽ വെയിലുമില്ല മഴയില്ല, ഇങ്ങനത്തെ ക്ലൈമറ്റാണ് എനിക്കിഷ്ടം. പക്ഷെ ഒരുമാതിരി നമ്മുടെ ഒന്ന് അങ്ങനെ ആവും മനസ്സ്. ഇത്തിരി ഒരു പേടിയും സങ്കടം പോലെയൊക്കെ ആവും. ഇറ്റ്സ് ഓക്കെ. ഇവളെൻ്റെ മോത്തിക്ക് ആ സ്പ്രേ കുപ്പി വന്ന് അടിച്ചു. ഞാൻ അവളുടെ സ്നാപ്പിന് കളിയാക്കിയതിന്. അത് കളിയാക്കാനുള്ളതുണ്ടേ.
ഞാനത് സേവ് ചെയ്തിട്ടുണ്ട്. സ്നാപ്പ് അവളതിൽ ചിരിക്കുന്ന ഇമോജി. അതും ഇല്ലാത്ത മസിൽ കാണിച്ചിട്ടുള്ള സ്നാപ്പാണ്. എന്താ അപ്പൊ ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏട്ടന് കാണിച്ചു കൊടുത്ത് ചിരിക്കാൻ വേണ്ടിട്ട്. ഇങ്ങനെ എന്തൊക്കെയാ കാണിച്ചു. അപ്പൊ എനിക്ക് ആരുടെയൊക്കെ ഓർമ്മ വന്നു. നോക്കി ഗൈസ്. അല്ല എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇങ്ങനെ കൊടുത്തിട്ട് അവളുടെ ബോധിക്ക് ഇങ്ങനെ അടിച്ചു. വായ തുറന്നിരിക്കണോണ്ട് വായിക്കൊക്കെ പോയി. ഭാഗ്യം. ശരി, ഉള്ളു പൊക്കോ. ഇവിടെ ഒരു ഇങ്ങനത്തെ വെളിച്ചായോണ്ടാണ് വാങ്ങ വിളിക്കും തോന്നുന്നു വണ്ടി. ശരി, ഓക്കെ, ബൈ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഈ ഹോട്ട് ബോക്സിലാട്ടോ ചോറാക്കണത്. അവിടെ അമ്മച്ചനും അമ്മമ്മയ്ക്കും അമ്മച്ചനും ഏട്ടനും മമ്മിക്കും അങ്ങോട്ട് കൊണ്ടുപോവാണ്. അല്ലേ ഉണ്ണി, 3 ആൾക്കുള്ളത് അങ്ങോട്ട് കൊണ്ടുപോവല്ലേ? അതെയോ? ഏട്ടനും അമ്മച്ചനും ആണ് അവിടെ സ്റ്റേ ചെയ്യുന്നത്. എന്താ വെച്ചാ ഉണ്ണി ഇങ്ങോട്ട് വരുമ്പോ മമ്മിയും കൂടെ വരും. അമ്മച്ചനും ഏട്ടനുമാണ് ഉണ്ട് കേട്ടോ. അപ്പോ അവിടെ ഒരു ബൈസ്റ്റാൻഡറെ നിൽക്കാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ മീൻകറി ആക്കും. ഇതാണ് നമ്മുടെ മീൻകറി. അയിലക്കറിയാണ്. മീൻ വറുത്തതും അയിലയാണ് കേട്ടോ. അച്ഛന് കറിയൊന്നും അങ്ങനെ എരിവ് അങ്ങനെ ഒന്നും കൂട്ടാൻ പറ്റില്ല തോന്നുന്നുണ്ട്. ഇത് ഓപ്പറേഷൻ കഴിഞ്ഞാൽ അത്രയും പറ്റാത്തത്. വയറിലെ സംഭവം ഉള്ളപ്പോൾ എപ്പോഴും പറയും അങ്ങനെ ഫുഡ് അധികം കഴിക്കാൻ പറ്റില്ല എന്ന്. ബുദ്ധിമുട്ടാണ്, കഴിക്കുമ്പോൾ കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. ഇങ്ങനെ അയിലമീനാണ്. അയിലമീനും ആക്കുന്നുണ്ട്. ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബ്ലാക്ക് ബേർബൺ ആട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഐ ലൈക്ക് ഇറ്റ്. സ്നാക്സ് നമുക്ക് വെക്കാം. ഈ ബിസ്ക്കറ്റ് കഴിച്ചോട്ടെ. ഓക്കെ. അപ്പം നമ്മുടെ അവിടേക്ക് കൊണ്ടുപോകാൻ ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതെന്താ? അത് നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെയാണ്. അത് പേസ്റ്റ് വഴി പോകുമ്പോൾ എനിക്ക് നിർത്തി മേടിക്കാൻ വയ്യാത്തോണ്ട്. എടി ഇവിടെ ഉണ്ടടി പേസ്റ്റ്. അത് കൊണ്ടിട്ട് ബാക്കിയില്ല. അല്ല, വെറുതെ അവരെടുക്കുക. ഞാൻ പറഞ്ഞരാ. ഞാൻ എന്താ പപ്പടല്ലേ മോള് അപ്പേനെ അങ്ങനത്തെ ഓരോ കുറുക്കൂതി കാണിക്കതാ. ഇനി ഇവർ ഇവിടെ കയറിക്കും എന്നിട്ട് എടുക്കും. അങ്ങനെയാണ് ഞാൻ ടേസ്റ്റാണത്. എനിക്ക് മേടിക്കാൻ ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഇവിടെ പേസ്റ്റ് ഓൾറെഡി ഉണ്ട്. ഉണ്ണിയുടെ കുരുട്ട് ബുദ്ധി കാരണം പക്ഷെ അവൾ വേറെ റെഡിയാക്കി. ഉണ്ടോ പേസ്റ്റ്? കണ്ടോ, 2 പേസ്റ്റ് ഉണ്ട്. എന്നിട്ടാണ് അവള് ശരി സാരില്ല പോട്ടെ. ഞാൻ ഫോൺ കൊണ്ടുപോയിക്കോട്ടോ. എന്നിട്ട് ബാക്കി അവിടെ കവർ ചെയ്തു. ബൈ ബൈ. അതെന്താ ഉണ്ണി കവറ്? എന്താ സോണി ഇവിടെ നടക്കണ? സോണി എവിടെ? സോണി എവിടെ? ലൈറ്റ് ഇടട്ടെ കേട്ടോ. ഇവിടെ ലൈറ്റ് ഇട്ട പിന്നെ അടിപൊളി. എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടം ലൈറ്റ് ഇട്ട. ലൈറ്റ് ഇട്ടില്ലേലും ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ് ലൈറ്റ് ഇട്ടാൽ എന്ന് പറഞ്ഞത്. ബൈ മോളെ. ഇവിടെ തന്നെ വെക്കണേ. ഉണ്ണി താഴെ വെച്ചാൽ മതി. സീറ്റിലാകുമ്പോ ഇനി ചിലപ്പോ മറിഞ്ഞാലോ. എല്ലാത്തിനും മൂടിയുണ്ടോ? അപ്പൊ വലിയ സീനില്ല തോന്നുന്നു. അതല്ല, അതിലെ സീറ്റിൽ വെച്ചല്ലേ ആളിരിക്കാന്ന് വിചാരിച്ചിട്ടേ അന്നൊരു ദിവസം ഞാൻ വാട്ടർ മെല്ലാണോ എന്തോ ഫ്രണ്ടിൽ വെച്ചു. ഇങ്ങനെ അടിച്ചോണ്ടി ആളിരിക്കല്ല. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഇതാവും ഓൾറെഡി. അല്ല, വെറുതെ ആണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഉണ്ട്. പക്ഷെ ചില കാറിൽ അങ്ങനെയാ. അതെ, അങ്ങനെ ഉണ്ടല്ലേ. ഞാൻ അങ്ങനെ വിചാരിച്ചില്ല ഒന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചത് സീറ്റ് ബെൽറ്റ് ഓൾറെഡി ഇട്ടതുകൊണ്ടാണ് അവിടെ അടിക്കാത്ത കീക്കുന്നത്. ചില കാറിൽ അങ്ങനെ തോന്നുന്നു കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. മൂക്ക് പട്ടിയോള് വരയ്ക്കുമേ. ഇനി പോയതും ഗേറ്റ് അടയ്ക്കണം. ഇല്ലെങ്കിൽ എല്ലാ പട്ടിയോടും കൂടി വന്നാലും വിളിക്ക്. ബൈ. നോക്കി പോവും. ഫോൺ കൊണ്ടുപോകുമ്പോൾ ഇതാ. നീ അതെടുത്തോ? നീ അവിടെ ഇതൊരു സൗണ്ട്.
പേടിച്ച് പട്ടി ഉണ്ണി ഏയ് അയ്യോ ബൈ വാവേ ബൈ അമ്മമ്മ. പോയിട്ട് വരാം. ശരി. അവളെ ക്ലോസ് ചെയ്ത് വിട്ടു ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുണ്ടോ അവിടെ ഇവിടെ അവിടെ എവിടെ അവിടെ പോകണം. ഇവിടെ കണ്ടോ അവിടെ പോകണം. 6th ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളും ബെഡ്ഷീറ്റും ചോറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒറ്റയ്ക്ക് വേണം. കിച്ചനാണെങ്കിൽ താഴേക്ക് വിളിക്കുക. പാവ അവൻ ഉച്ചയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരുന്നു പാവ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒറ്റയ്ക്ക് ചെയ്യാമെന്ന്. കിച്ചു വിളിച്ചാൽ വരികയൊക്കെ ചെയ്യും. അപ്പോൾ സുട്ടപ്പനെ നമുക്കിവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് ഞാൻ 1 മിനിറ്റ് ഒന്ന് ലോക്ക് ചെയ്യട്ടെ. അപ്പോൾ മമ്മി എന്നെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ കയറമ്പാറ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേഗം പോവാം. എനിക്കാണെങ്കിൽ ഇങ്ങനെ വെയിറ്റൊക്കെ എടുത്ത് നടത്താൻ ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് ജിമ്മിൽ മാത്രമേ വെയിറ്റ് വെക്കാനേ പറ്റുള്ളൂ. ഇല്ലാതെ ഞാൻ എന്തെങ്കിലും പണിയെടുത്ത് എനിക്ക് ഒപ്പം കിതയ്ക്കും. അത്ര നല്ലതല്ല എനിക്കറിയാം, ബട്ട് സ്റ്റിൽ പറയാലോ. എനിക്ക് രാവിലെ ഒരു വട്ടം കണ്ട പരിചയം മാത്രമേ ഉള്ളൂ. ഒരു വട്ടം പോയത് ഇവിടെ തോന്നുന്നു. കയ്യിലൊക്കെ കുത്തിട്ട് ഇരിക്കുന്നുണ്ടാ. പേടിച്ചണ്ട ട്ടാ. കൈ കാണിക്ക്. കൈ 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 കയ്യിലൊക്കെ കുത്തൊക്കെ കിട്ടിയിട്ട് ഇരിക്കുകയാണ്. പാവ ആദ്യമായിട്ടാട്ടോ അങ്ങനെ. ഇതുവരെ ഒന്നും ശീലമില്ല, ഇതുവരെ കുത്തിയിട്ടുമില്ല. കുത്താൻ വരണ്ടെന്ന് പറയുമ്പോഴത്തേനും മോഹം മാറി. എന്നിട്ട് പേടിയാണോ വേനിക്ക് ഇവിടെ മുഖമൊന്ന് മാറ്റി പോട്ടേട്ടാ. ഉണ്ണിയപ്പോൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കേട്ടോ. ബെഡ്ഷീറ്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിത് കഴിഞ്ഞിട്ട് പൂവോട്ടോ ഉണ്ണിച്ചക്കനോടാക്കിയിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അമ്മച്ചൻ ആ ഒറ്റത്താട്ടോ 6th ഫ്ലോറിലാണ്. രാത്രിയാണ് കേട്ടോ ഇങ്ങനെ ഇതുണ്ടെന്ന് അറിയുന്നത്. നല്ല ലൈറ്റ് രസമുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ ഇറങ്ങി. നമ്മൾ വീട്ടിലോട്ട് പോകും. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം എന്താ പറയുക, എനിക്കിങ്ങനെ പിന്നെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അമ്മച്ചന് ഓപ്പൺ സർജറി ആണ് കേട്ടോ. അപ്പോൾ എന്താ ഇപ്പം നമ്മൾക്ക് ഇങ്ങനെ ഡോക്ടേഴ്സ് പറയില്ല, നമ്മൾ ചോദിക്കുമല്ലോ എന്താണ്. അപ്പോൾ വയസ്സായതിൻ്റെ ഉള്ളൊരു പ്രശ്നം ഒബ്വിയസ്ലി ഉണ്ട്. അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞതിന് ശേഷം മമ്മിക്ക് ഭയങ്കര ടെൻഷനാണ്. പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും നീ പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാം നല്ല രീതിയിൽ കഴിയാൻ വേണ്ടിയിട്ട്. ഇത് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും പ്രശ്നമാണ്. പിന്നെ ഈ ഒരു വയസ്സിലുള്ളൊരു ഓപ്പറേഷൻ അല്ലേ, അപ്പോൾ അതിൻ്റെയും ഒരു ടെൻഷനുണ്ട് എന്തായാലും. ഓക്കെ. അപ്പോൾ ഓക്കെ കേസ്, നമ്മൾ സുട്ടപ്പലിൽ കയറിയിട്ടുണ്ട്. മമ്മി രാവിലെ തൊട്ട് അവിടെ ഇരിക്കണതാണ് കേട്ടോ. അപ്പം ഞാൻ വരുമ്പോൾ തന്നെ മമ്മി എൻ്റെ കൂടെ പോകുന്നോളാൻ പറഞ്ഞു. പക്ഷെ എന്തോ അമ്മച്ചൻ അവിടെ ഇപ്പോഴും മമ്മിക്ക് അവിടെ അമ്മച്ചൻ ഒറ്റയ്ക്ക് ഇട്ടിട്ട് വരാൻ പറ്റുന്നില്ല. പക്ഷെ രാവിലെ തൊട്ട് വൈകുന്നേരം വേറെ ഇരുന്നപ്പോൾ മമ്മിയുടെ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാവർക്കും അറിയണതല്ലേ. മമ്മി ആകെ വയ്യാണ്ട് ആളുടെ മുഖമൊക്കെ നോക്കിയേ. കൈയൊന്നും ഞാൻ മടക്കാൻ പറ്റണില്ല, കാല് മടക്കാൻ പറ്റണില്ല, തലവേദന വന്നു. ഇന്ന് തന്നെ ഇപ്പൊ മമ്മിക്ക് അവിടെ ENT ഡോക്ടറിനെ ബുക്ക് ചെയ്തിട്ട് മമ്മി ഇന്ന് കാണിച്ചു. ഇനി നാളെ മമ്മി വേറെ ഡോക്ടറിനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. മുട്ട് മടക്കാൻ പറ്റണില്ലേ, അപ്പൊ ഒരു ഓർത്തോനോട് കാണിക്കാച്ചിട്ട്. അപ്പൊ എന്തായാലും ഇവിടെ അല്ലേന്ന് വിചാരിച്ചു. പണ്ട് നമ്മൾ ഇവിടെ തന്നെ അയ്യോ കൊറേ ഇടിവാളും മിന്നലൊക്കെ വരുന്നുണ്ട്. മേ ബി ഇന്ന് മഴ പെയ്യും തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വേഗം വീടെത്താം. എന്നിട്ട് ഇന്ന് നേരത്തെ കിടന്നുറങ്ങിയിട്ട് നാളെ നേരത്തെ വരണം. കാരണം അമ്മച്ചനെ നേരത്തെയാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നത്. സോ നമുക്ക് വേഗം വരണം. ഓടി കയറി ഇങ്ങോട്ട് പേടിച്ചിട്ട് പുറത്ത്. ശരി, എന്തായാലും പോയിട്ട് വരാം. ചാർജർ വാങ്ങിക്കണം കേട്ടോ, മറക്കല്ലേ. ഉണ്ണി കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കടയിൽ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളെത്തി, നമ്മളുടെ വീടിൻ്റെ അവിടെ എത്തി, നമ്മുടെ അടുത്തുള്ള കടേനെ കേട്ടോ. അപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട് പോകണം. തലവേദന ഇളകി കേട്ടോ. അവിടെ എത്തുമ്പോഴത്തേനും ഇനിയിപ്പോൾ ഗുളി കഴിച്ചിട്ട് നാളേക്ക് എന്താവുമെന്ന് എനിക്കൊരു പിടിയില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കണ്ണൊക്കെ ഇപ്പോൾ തന്നെ വീങ്ങി കേട്ടോ, തലവേദനിക്കാൻ തുടങ്ങി.
ഇനി വീടെത്തി കഴിച്ച് ഒരു ഗുളി കഴിച്ച് രാവിലേക്ക് മാറിയിട്ട് വേണം രാവിലെ ഹോസ്പിറ്റലിൽ. അപ്പോൾ അമ്മച്ചനോട് വിട്ടിട്ട് വരെങ്കിൽ ഒരു മനസ്സുമില്ല. പക്ഷെ എന്താ ചെയ്യുക, എനിക്ക് തീരെ വയ്യാണ്ടായി. അപ്പോൾ ഞങ്ങൾ വീടെത്തി കേട്ടോ. ഇനി ഞാൻ വേഗം ഒന്ന് കുളിച്ചിട്ട് ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് ഞാൻ ഗുളിക കഴിക്കട്ടെ. എനിക്ക് അമ്മച്ചനവിടെ വിട്ടിട്ട് വന്നിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കവിടെ ഇരിക്കണം എന്നുണ്ട്. അപ്പോൾ ഉണ്ണിച്ചക്കനാണ് കേട്ടോ അപ്പോൾ അവിടെ ഇരിക്കുന്നത്. നാളേക്ക് ചേച്ചികളൊക്കെ വരും. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഞാൻ വേഗം കുളിച്ചിട്ട് ഒരു ഗുളിക കഴിക്കട്ടെ കേട്ടോ.